ഹലോ, എല്ലാവർക്കും മിറാക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ലൈൻ കുർത്തിയുടെ സ്റ്റിച്ചിങ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ സ്ലീവാണ്, ലൈനിങ് വെച്ചുള്ള സ്ലീവാണ്. അപ്പോൾ ആ സ്ലീവ് ലൈനിങ്ങിൽ വെച്ച് അറ്റാച്ച് ചെയ്യുകയാണ്. ഞാൻ ലൈനിങ് ഇത് ജോയിൻ്റ് ചെയ്തതാണ്. അതിൻ്റെ ലൈനിങ് പീസിൻ്റെ സൈഡിൽ നിന്ന് കൈക്ക് ഫുള്ളായിട്ട് കിട്ടാത്തത് കൊണ്ട് സൈഡ് പീസ് രണ്ടും കൂടെ ജോയിൻ്റ് ചെയ്താണ് സ്ലീവിൻ്റെ ലൈനിങ് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ തിരിച്ച് വെച്ചടിക്കുന്നത് വെച്ചാൽ അതിനൊരു ബോർഡറുണ്ട്. ആ ബോർഡർ ഭാഗം നമുക്ക് ഒരു 4 ഇഞ്ച് വീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്, പൈപ്പിങ് പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരത്തില്ലല്ലോ. അതിൻ്റെ ആ ഒരു ഏറ്റക്കുറച്ചിലുകൾ വരാതിരിക്കാൻ വേണ്ടി കറക്റ്റ് അളവിന് തന്നെ കിട്ടുമല്ലോ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ അടിക്കുന്നത്. ആ ഡിസൈൻ നോക്കി തന്നെ വെച്ചങ്ങ് അടിച്ചു. അപ്പോൾ ആ ഡിസൈൻ ഒരിടത്ത് വീതി കൂടുതലും ഒരിടത്ത് വീതി കുറവും വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അടിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ലൈനിങ് മുകളിൽ വെച്ച് തന്നെ അങ്ങ് അടിച്ചാൽ മതി. എന്നിട്ട് അതിനെ തിരിച്ച് തയ്ച്ചതിന് ശേഷം പതിച്ചടിച്ച് അതിൻ്റെ ലൈനിങ്ങിൻ്റെ ഭാഗത്തൂടെ പതിച്ചടിക്കണം ഓരത്തൂടെ. അപ്പോൾ നമ്മൾ തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 2 സ്ലീവും അതേപോലെ ചെയ്യണം. എല്ലാം വീഡിയോ ഫുള്ളായിട്ട് ഞാനത് തയ്ക്കുന്നത് കാണിക്കുന്നില്ല. ഒരു ഭാഗം മാത്രമേ അത് കാണിക്കുള്ളൂ. കാരണം എല്ലാം ഒരേപോലെ തന്നെ, 2 സ്ലീവും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ഭാഗം അങ്ങോട്ട് കുറച്ച് വീഡിയോ ലെങ്തി ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് കറക്റ്റ് നല്ല വശത്തൂടെ പൈപ്പിംഗ് പോലെ അത് വരാൻ വേണ്ടിയിട്ട് ഒരു 4 ഇഞ്ച് വീതിക്ക് ബോട്ടം അടിക്കും, സ്ലീവിൻ്റെ ബോട്ടം. നമുക്ക് വ്യക്തമായിട്ടത് വെട്ടമായതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. പൈപ്പിംഗ് പോലെ അതിൻ്റെ ബോർഡർ ഭാഗമുണ്ട്. അതിനു വേണ്ടിയാണ് അത് തിരിച്ചിട്ട് അങ്ങനെ തയ്ച്ചത്. രണ്ട് സ്ലീവ് ഇതേപോലെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യുക, ഒന്ന് പോറുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അങ്ങ് ഇരുന്നോളും. അയൺ ചെയ്യുന്ന പോലെ കറക്റ്റായിട്ട് തന്നെ വരും. അങ്ങനെ 2 സ്ലീവിൻ്റെയും ബോട്ടം നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലൈനിങ്ങിൻ്റെ ഓരത്തൂടെ അടിച്ച് അതിൽ ബോഡി പീസും ലൈനിങ് പീസും കൂടെ വെച്ചടിച്ച് പിടിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ ബാലൻസ് ഉള്ള പീസ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. ലൈനിങ് പീസാണ് നമ്മൾ കറക്റ്റ് അളവിന് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത്. 2 സ്ലീവ് അതുപോലെ തയ്ച്ചെടുക്കുക. അതിനുശേഷം ആ ലൈനിങ്ങിൻ്റെ കറക്റ്റ് അളവിന് ബാലൻസ് ഉള്ള ബോഡി പീസ് കട്ട് ചെയ്ത് കളയണം. ഉണ്ട്, ഇതേപോലെ വരും. എന്നിട്ട് നമ്മൾ ആ ഫ്രണ്ട് കുഴിച്ച് വെട്ടിയെടുത്താണ് ആ കട്ട് മാർക്ക് ഇടുന്നത്. നേരത്തെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എങ്കിലും ബോഡി പീസ് കൂടെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തതിൻ്റെ പേരിൽ ഒന്നുകൂടെ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. സാധാ കഴുത്താണ് ഇത് രണ്ടും ഒഴുക്കം തുണിയാണ്. ഒരു സാരിയുടെ പീസാണ് നമ്മൾ ബോഡി പീസ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ആ ലൈനിങ് പീസും. 2 ഒഴുക്കം പീസായതുകൊണ്ടാണ് നമ്മൾ നീഡിൽ കുത്തി ഒരു മുട്ടുപിന്നോ വല്ലതും കുത്തി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കറക്റ്റ് അളവിന് വെച്ചിട്ട് മുട്ടുപിന്ന് വെച്ച് കുത്തിയിട്ട് കറക്റ്റ് കഴുത്തിന് തയ്ച്ചെടുക്കുക. മുട്ടുപിന്ന് ഊരി മാറ്റിയതിന് ശേഷം ആ ബോഡി പീസ് നമുക്ക് അകത്തുള്ള ആ കഴുത്തിൻ്റെ റൗണ്ടിനകത്തുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റി കളയണം. എന്നിട്ട് വേണം ആ റൗണ്ട് വരുന്ന ഭാഗത്ത് നമുക്ക് കട്ട് മാർക്ക് ഇട്ട് കൊടുക്കണം. എന്നെങ്കിലും അത് കറക്റ്റായിട്ട് തിരിഞ്ഞു വരും. ഇതെല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എങ്കിലും പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് വീണ്ടും ഒന്നുകൂടെ പറയുന്നത്. ഇനി നമ്മൾ ആ ലൈനിങ് പീസിൻ്റെ ഓരത്തൂടെ, അതായത് പതിച്ചടിക്കണം. ലൈനിങ് പീസ് മാത്രം 2 ബോഡി പീസും ലൈനിങ് പീസും 2 വിടർത്തി വെച്ചിട്ട് ലൈനിങ് പീസിൻ്റെ അരികിനൂടാണ് അടിക്കേണ്ടത്. പലരും അങ്ങനെ അടിക്കാറില്ല. അങ്ങനെ അടിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കത് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും. ലൈനിങ് പീസ് ഒട്ടും പുറത്തേക്ക് ബഡ്ജ് ചെയ്ത് വരില്ല. അതിനു വേണ്ടിയാണ് അങ്ങനെ പതിച്ചടിക്കുന്നത്.
ആ എക്സ്ട്രാ ഉള്ളത് അപ്പോൾ ബോഡി പീസ് ചിലപ്പോൾ സ്വല്പം അധികം കാണും. അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെട്ടിക്കളഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇനി നമ്മൾ ആ ലൈനിങ് പീസിൻ്റെ ബോട്ടം അങ്ങ് മടക്കി അടിക്കണം. ഈ ഒഴുക്കൻ തുണി ആയതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ നൂല് ഇരിഞ്ഞിരിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് നമ്മൾ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിടുമ്പോൾ. ഇതിപ്പോൾ ഈ ഒഴുക്കൻ തുണി ഇങ്ങനെ ഒരു റൗണ്ടിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കട്ടിങ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് 2 തയ്യൽ തയ്ച്ച് വേണം അതിൻ്റെ ബോട്ടം മടക്കി അടിക്കാൻ. ഒറ്റ തയ്യലിൽ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ആ കഴുത്തിൻ്റെ ഓരത്തൂടെ ഒരു കിനാരി അടിക്കണം, ഓരത്തൂടെ ഒരു തയ്യൽ. അത് ആ വീഡിയോയുടെ ഒരു സ്വല്പ ഭാഗം വെച്ചൊരു ബ്ലണ്ടർ ഒന്ന് കാണാൻ പറ്റാതായിപ്പോയി. അത് തുടക്കം മാത്രം ഒരു സ്വല്പ ഭാഗമാണ് അങ്ങനെ വന്നത്. ബാക്കിയെല്ലാം ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു. കഴുത്തിൻ്റെ ആ ഓരത്തൂടെ നമ്മൾ കിനാരി അടിച്ചു. കഴുത്തിൻ്റെ ഓരത്തൂടെ വെച്ചാൽ ആദ്യം നമ്മൾ ലൈനിങ് വെച്ച് അടിച്ചതിന് ശേഷമാണ് നമ്മൾ പുറമേ ഉള്ള തയ്യലാണ് തയ്ച്ചേക്കുന്നത്. ഇനി ബോട്ടോ നമ്മൾ ലൈനിങ്ങിൻ്റെ ബോട്ടോ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ബോഡി പീസും ലൈനിങ് പീസും കൂടെ വെച്ച് അറ്റാച്ച് ചെയ്യണം. അറ്റാച്ച് ചെയ്യുകയല്ല, അതിൻ്റെ ബോഡി പീസിലോട്ട് ലൈനിങ് പീസ് വെച്ച് അടിക്കണം. ഈ ഒഴുക്കം പീസ് ആയതുകൊണ്ടാണ് നമ്മൾ പരമാവധി ഇഷ്ടത്തിനനുസരിച്ച് സൂചി കുത്തിയിട്ട് വേണം ചെയ്യാൻ. ഞാൻ 2-3 ഭാഗത്ത് അങ്ങനെ മുട്ടുപിന്ന് കുത്തി വെച്ചിട്ടാണ് ഇത് ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ മാറിപ്പോകും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകി അങ്ങ് മാറിപ്പോവും, നമുക്ക് കറക്റ്റ് ആവത്തില്ല തയ്ക്കുന്നത്. ഓരത്തൂടെ അത് തയ്ച്ച് കഴിഞ്ഞു. അത് തയ്ച്ചിട്ട് ഇത് ബാക്ക് പീസാണ്. നമ്മളത് തയ്ച്ചത് ഫുള്ളായിട്ട് തയ്ച്ച് കട്ട് ചെയ്തത് കാണിക്കാനാണ്. അതായത് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു. ലൈനിങ് പീസിൻ്റെ അളവിൻ്റെ അധികം വരുന്ന ബോഡി പീസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ സ്ലീവിന് കട്ട് ചെയ്ത പോലെ. ഇനി ഇത് ബാക്ക് പീസാണ്. ബാക്ക് പീസിൻ്റെ കഴുത്തും റൗണ്ട് കഴുത്താണ്. എല്ലാത്തിനും റൗണ്ട് കഴുത്ത് തന്നെ തയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് തുടക്കക്കാർക്ക് അല്ലാതെ മോഡലുള്ള കഴുത്തുകൾ തയ്ച്ചു കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാവും, മനസ്സിലാക്കാനും പാടായിരിക്കും. അതുകൊണ്ടാണ് റൗണ്ട് കഴുത്ത് തന്നെ തയ്ക്കുന്നത്. ഇത് നമ്മൾ ആ ഷോൾഡർ അടിച്ചു കഴുത്ത് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബോഡി പീസ് സ്വല്പം അധികം ചിലപ്പം വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യും. ഇതിനകത്തൊരു പൊടിക്ക് 1 മില്ലിമീറ്റർ അധികം ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യണം. ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുന്നത് എല്ലാവരും അങ്ങ് 2 പീസുകൂടെ ഒരുമിച്ച് വെച്ച് അങ്ങ് ജോയിൻറ്റ് ചെയ്യാറാണ് പതിവ്. ഇത് നമ്മളെല്ലാ പീസിനും കാണിച്ചു തരുന്നുണ്ട്. ഷോൾഡർ കവർ ചെയ്താണ് അടിക്കുന്നത്. അത് ആ ബാക്കിൻ്റെ പീസ് ബോഡി പീസും ലൈനിങ് പീസും വിടർത്തി തന്നെ വെക്കണം. വിടർത്തി വെച്ചിട്ട് ബോഡി പീസിലോട്ട് നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് ആദ്യമേ ചെറുതായിട്ടൊന്ന് തയ്ക്കണം. തയ്ച്ചതിന് ശേഷം വേണം ലൈനിങ് പീസ് തിരിച്ച് അങ്ങോട്ട് മടക്കിടണം. ലൈനിങ്ങിൻ്റെ പീസ് വീണ്ടും നമ്മുടെ ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നതിലോട്ട് കവർ ചെയ്ത് വെക്കണം. വെച്ചിട്ട് 4 ഇഞ്ച് വീതിക്ക് തയ്ക്കുക. ആദ്യമൊക്കെ തയ്ക്കുന്നവർക്ക് ഒരു സ്വല്പം ബുദ്ധിമുട്ടായിരിക്കും അത്. അങ്ങനെ തയ്ച്ചു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ആ ഷോൾഡറിൻ്റെ തുമ്പൊട്ടും പുറത്ത് കാണില്ല, എല്ലാം ഉള്ളിൽ പോകും. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ ഇരിക്കും. 1-2 പീസ് തയ്ച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ എളുപ്പം നല്ല സ്പീഡിന് തന്നെ ചെയ്യാൻ പിന്നെ അത് പഠിക്കുകയും ചെയ്യും. അടുത്ത ഭാഗം ആദ്യത്തെ ഒരു ഷോൾഡർ ചെയ്തു, പിന്നെ രണ്ടാമത്തെ ഭാഗം. ആദ്യം ആ ബോഡി പീസിലോട്ടാണ് വെച്ചാൽ ബോഡി പീസിൻ്റെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നല്ല ഭാഗവും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ ബാക്കിൻ്റെ ഷോൾഡറല്ല, ബാക്ക് ഷോൾഡറിൻ്റെ ലൈനിങ് പീസ് അതേലോട്ട് എടുത്ത് വെച്ച് കവർ ചെയ്ത് 4 ഇഞ്ച് വീതിക്ക് തയ്ക്കാം. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ തന്നെ നമ്മൾ പ്രത്യേകം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അധികം അത് കാണിക്കാത്തത്. അതിനുശേഷം തിരിച്ചിട്ട് അതിൻ്റെ പുറമെ പതിച്ച് തയ്ക്കണം. അത് ഞാൻ ഓരത്തൂടല്ല അടിക്കുന്നത്, ഒരു 4 ഇഞ്ച് വീതിക്കാണ് അടിക്കുന്നത്. ഇപ്പോൾ ബാക്കും ഫ്രണ്ടും അറിയാനും പറ്റും. ഓരത്തൂടുള്ള 4 ഇഞ്ച് വീതിക്കുള്ള അതടിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ബാക്ക് പീസിൻ്റെ ലൈനിങ്ങും ബോട്ടം അടിക്കണം. ബോട്ടം ഭാഗം മടക്കി അടിച്ചു, അത് കാണിച്ചില്ലാന്നേ ഉള്ളൂ. അതടിച്ച് ബാക്കിലത്തെ ബോഡി പീസ് കൂടെ അറ്റാച്ച്
ഓരത്തോട് വെച്ച് അടിച്ചതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്തിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. സ്ലീവ് എടുത്ത് വെച്ചതിന് ശേഷം ആദ്യം ഒന്ന് പിടിച്ച് നോക്കണം അധികം വല്ലതും ഉണ്ടോ എന്നുള്ളത്. അതിനാണ് അങ്ങനെ ചെയ്തത്. ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് വേണം തുടങ്ങാൻ. സ്ലീവ് അടിക്കുന്ന സമയത്ത് കുറച്ച് സാവകാശമേ അടിക്കാവൂ. അവിടെ വരെ വന്നിട്ടൊന്ന് ജസ്റ്റ് നോക്കുകയും വേണം. കറക്റ്റ് 1/4 ഇഞ്ചിന് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഒരു സൈഡിൻ്റെ എൻഡിൽ കൊണ്ടുവരും. എന്നിട്ട് അതേപോലെ തന്നെ സൂചി കുത്തി നിർത്തിയിട്ട് വേണം പ്രഷർ വിട്ട് പൊക്കിയിട്ട് തിരിക്കാൻ. തിരിച്ച് അതേപോലെ തന്നെ വീണ്ടും അടുത്ത എൻഡ് ഷോൾഡറിൻ്റെ സെൻറ്ററും കഴിഞ്ഞ് അടുത്ത എൻഡ് അതേപോലെ തന്നെ വീണ്ടും അവിടെയും സൂചി കുത്തിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് സെൻറ്ററിൽ തന്നെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ തന്നെ നിർത്തണം. അപ്പോൾ സ്ലീവിന് 2 തയ്യലും വരും. ഇനി നമുക്ക് ചെയ്യേണ്ട സൈഡാണ്. സൈഡ് അടിക്കുന്നതിന് ആദ്യം കൈവണ്ണം എത്രയാണെന്ന് നോക്കി അവരവരുടെ അളവനുസരിച്ച് കൈയുടെ വണ്ണം മാർക്ക് ചെയ്തിട്ട് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടത്, നമ്മളിപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇഞ്ചാണ് 1.25 ഇഞ്ചാണ് തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത്. ആ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കഴിച്ച് അങ്ങ് അടിക്കുകയാണ്. ആ കൈക്കുഴിയുടെ ഭാഗം സ്ലീവ് ജോയിൻറ്റ് ചെയ്തേക്കുന്ന രണ്ടും തയ്യലിൻ്റെ ഭാഗം ഒരേപോലെ വരാൻ നോക്കണം. കഴിവതും അങ്ങനെ തന്നെ തയ്ക്കണം. കഴിവതൊന്നുമല്ല, അങ്ങനെ തന്നെ വരും. അത് അങ്ങനെ തന്നെ തയ്ക്കണം, എങ്കിലേ ആ ഒരു ഫിനിഷിങ് ഉണ്ടാവും. സൈഡ് ഫുള്ളായിട്ട് അടിക്കണം. സൈഡ് 2 രീതിയിൽ ചെയ്യാം. ഈ എ ലൈൻ കുർത്തയുടെ ഇത് സിമ്പിൾ വെർഷനാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ ലൈനിങ് സെപ്പറേറ്റും ബോഡി സെപ്പറേറ്റുമായിട്ട് തയ്ക്കുന്ന ഒരു വീഡിയോ ഒരു രീതിയുണ്ട്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. ഇത് ലൈനിങ് ബാക്കും ഫ്രണ്ടും ഒരുപോലെ, അതായത് നമ്മൾ ചുരിദാറിനൊക്കെ തയ്ക്കുന്ന അതേ രീതിയിൽ തന്നെ അങ്ങ് തയ്ക്കുവാണ് താഴെ അറ്റം വരെ. മറ്റേത് ഫ്രോക്കിൻ്റെ ഒരു രീതിയിൽ തയ്ക്കും. അതായത് നമ്മുടെ ബോഡി ഒരു 14 ഇഞ്ച് താഴെ വരെ നമ്മൾ സൈഡ് അടിച്ചിട്ട് പിന്നെ ലൈനിങ് സെപ്പറേറ്റും ബോഡി പീസ് സെപ്പറേറ്റും അങ്ങനെ ചെയ്യും. അതിനുശേഷം പിന്നെ 2 സൈഡും അടിച്ചു കഴിഞ്ഞു. ഇനി ബോട്ടവും നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്. നമ്മൾ ഒരു ഷേപ്പ് ചെയ്തേക്കുന്നതിൻ്റെ പേരിൽ 2 തയ്യലിട്ട് വേണം തയ്ക്കാൻ. ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ എ ലൈൻ കുർത്തയുടെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ.